സെയിൽസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മളാകെ ബുദ്ധിമുട്ടി പോകുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന് പ്രൈസ് ആണ് പ്രശ്നം. ഏറ്റവും വില കൂടുതലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ എന്ന് പറയുന്ന സമയത്ത് നമ്മളതിനെ 3 തരത്തിലതിനെ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ പ്രൈസിനെ നമ്മൾ ഫീച്ചേഴ്സ് എന്നൊരു ഘടകത്തിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് ഔട്ട്കം, അതായത് ഇമാജിനേഷൻ എന്നൊരു സംഭവത്തിലൂടെ നമ്മളതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലായിട്ടും നമുക്കിതേ ഈ 3 തരത്തിൽ എങ്ങനെ പ്രതികരിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ സെയിൽസിലും മാർക്കറ്റിങ്ങിലും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റു കമ്പനികളുടെ സാധനത്തെക്കാൾ ഒന്നിനും കുറ്റപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല, അതിനേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. നമ്മുടെ പ്രൊഡക്റ്റിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്. 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. നിങ്ങളുടെ ഈ സാധനങ്ങൾ പോയാൽ അതിന് ഇത്ര രീതിയിൽ ഈ നമ്മുടെ സാധനം ഇങ്ങനെയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കവർ അത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്ര രീതിയിലെ ക്വാളിറ്റിയിലെ സാധനം, അതുകൊണ്ടാണ് ഇതിൻ്റെ വില കൂടുതൽ ഉള്ളത്. സ്വാഭാവികമായിട്ടും മറ്റുള്ള സാധനം വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്കിതിൻ്റെ വില നമ്മൾ ഈ രീതിയിൽ കൂടുതൽ നിങ്ങൾ തോന്നുന്നത്. പക്ഷേ ക്വാളിറ്റിയിൽ നമ്മൾ അപ്പോൾ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു കസ്റ്റമറെ കറക്റ്റായിട്ട് അവരെ നമ്മളുടെ ലൈനിലേക്ക് എത്തിക്കാൻ സാധിക്കും. രണ്ടാമതൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് ഔട്ട്കം എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യിപ്പിക്കാൻ പഠിക്കും. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മറ്റുള്ള പ്രൊഡക്റ്റ് പെട്ടെന്ന് കേടാവുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് 5 വർഷം നമുക്ക് നിൽക്കും, ഇല്ലെങ്കിൽ 2 വർഷം ഗ്യാരണ്ടി ഉണ്ട്. അല്ലെ, ഈ രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കില്ലോണ്ട് നിങ്ങൾക്ക് സാധനം മാറ്റേണ്ട ആവശ്യമില്ല. ഇത്ര രീതിയിൽ പ്രൊഡക്റ്റ് വേറെ കിട്ടാനില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്കം നമുക്ക് അവർക്കൊരു തോട്ട് ഇമാജിൻ കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ അത് ഇമാജിൻ ചെയ്യും. എൻ്റെ മകൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഈ പ്രോഡക്റ്റ് ഇത്ര കാലം ഉപയോഗിക്കുന്നത്, അല്ലേ? അങ്ങനെ ആ രീതിയിലേക്ക് ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വില അവർക്ക് പിന്നെ തോന്നില്ല. കാരണം അവരെ അതിൻ്റെ ആ രീതിയിൽ ഇമാജിനേഷൻ കൊടുക്കുന്ന സമയത്ത് അവരതിൻ്റെ ആവശ്യക്കാരാക്കി നമ്മൾ മാറ്റപ്പെടുകയാണ്. അവരറിയാതെ അവർ അതിൻ്റെ വക്താവായി അല്ലെങ്കിൽ ഉപഭോക്താവായി മാറുകയാണ്. ഇതേപോലെ തന്നെയാണ് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ അവരെ സംസാരിക്കുക. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങളുടെ അച്ഛൻ്റെ കാലത്തുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റാണിത്. ഇത് അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട്, അല്ലെ? സിൻസ് 1848 മുതലുള്ള പ്രൊഡക്റ്റാണെന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇതിനെ ഇമോഷണലി അറ്റാച്ച്ഡ് ആക്കി മാറ്റുക. ഇപ്പം BMW കാറ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇമോഷണലി നമുക്ക് അവരെ അറ്റാച്ച്ഡ് ആക്കി സാധിച്ചാൽ നമ്മൾ അവർക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ബാധ്യതയും ഒരു ബന്ധവും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇമോഷണലി കൂടി അവർ ഇതിലേക്ക് അറ്റാച്ച്ഡ് ആക്കി മാറ്റിയെടുക്കുക. ഈ 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ വില കൂടുതലാണെന്നില്ല തോന്നൽ അവർക്ക് ഉണ്ടാകുന്നതല്ല. നമ്മുടെ ഈ കല്യാണത്തിന് ഉപയോഗിക്കുന്ന സാരി, ആ സാരി വർഷാവർഷങ്ങളായി സൂക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ്. അതിന് 5000 2000 സാരി വേണം ഉപയോഗിക്കാം, അത് 20,000 25,000 അത് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചില പോളിസികൾ സ്കീമുകളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുമകനോ കൊച്ചുമകൾക്കോ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇല്ല, അവരുടെ കല്യാണ ആവശ്യത്തിന് അപ്പൂപ്പൻ്റെ ആ ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ മരിച്ചു പോയാൽ പോലും അവർക്ക് ഈ ഗിഫ്റ്റായിട്ട് ഈ തുക അവരുടെ കയ്യിലേക്ക് എത്തും. അന്ന് നിങ്ങൾ ഓർക്കുന്നൊരു കാലഘട്ടം വരും. 10-25 വർഷം കഴിഞ്ഞാൽ, മരിച്ചിട്ട് 10-20 വർഷം കഴിഞ്ഞാലും ഈ കൊച്ചുകുട്ടിയുടെ പേരിലൊരു പോളിസി ചേർക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അദ്ദേഹത്തെ അത് ഇമാജിൻ ചെയ്യിപ്പിക്കാനുള്ള സംഭവം ചെയ്യുക. അതിൻ്റെ ഫീച്ചേഴ്സ് ഇത് വേറൊരു സംവിധാനത്തിലില്ല, വേറൊരു സ്ഥാപനത്തിനുമില്ല, വേറൊരു കാര്യത്തിനുമില്ല.
അങ്ങനെ നമ്മൾ ഇതിനെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഫീച്ചേഴ്സ് ഔട്ട്കമ്മും അവർക്ക് തോന്നിപ്പിച്ചുകൊണ്ട് ഇമാജിൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഏത് പ്രോഡക്റ്റും വില കൂടുതലാണെന്നുള്ളതിന് നമ്മൾ സർവൈവ് ചെയ്യാൻ സാധിക്കും. എല്ലാ സെയിൽസ്മാന്മാരും അവരുടെ ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് ഈ ടിപ്സുകൾ പഠിച്ച് ആൾക്കാരുടെ ആവശ്യത്തിന് അവസരത്തിന് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകുന്ന സമയത്താണ് ആ സെയിൽസ്മാൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന നല്ലൊരു സെയിൽസ്മാനായിട്ട് നല്ല സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് മാറുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.